ഓരോ കാര്യങ്ങൾ പഠിക്കുന്തോറും ഇൻഷാ അല്ലാഹ് വിമർശകർ പ്രസംഗിക്കുന്തോറും ഈ തരീഖത്തിന്റെ ഹക്കായ ഭാഗം ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസ്ഥ ഉണ്ടാകും. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ ഷെയ്ഖായ ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഭാഗം സഅദിയുടെ പ്രസംഗത്തിലുണ്ട്. അദ്ദേഹത്തിന് 50 ലക്ഷം 1/2 കോടി മുരീദന്മാരുണ്ടായിരുന്നു എന്ന് സഅദി പ്രസംഗിച്ചിട്ടുണ്ട്. എന്നല്ല, ഷെയ്ഖ് മുഖ്താർ അദ്ദേഹത്തിൽ നിന്ന് മര്യാദപൂർവ്വം തരീഖത്ത് സ്വീകരിച്ചതാണ് എന്നും പറയുന്നുണ്ട്. അംഗീകരിക്കപ്പെട്ട ഖലീഫമാരിലൂടെയാണ് ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തരീഖത്ത് സ്വീകരിച്ചത് എന്നും സഅദിയുടെ പ്രസംഗത്തിലുണ്ട്. ഇത് ഹഖാണ് എന്ന് മനസ്സിലാക്കാൻ അവരുടെ പ്രസംഗങ്ങൾ തന്നെ ധാരാളം മതി. സഅദി പറയുന്നത് കേൾക്കുക. ദസൂഖി ഇമാമിന്റെ പേരിൽ സുഡാനിൽ ഒരു ത്വരീഖത്ത് നടക്കുന്നുണ്ട്. ആ ത്വരീഖത്തിന്റെ അംഗീകരിക്കപ്പെട്ട ഖലീഫ ആ ത്വരീഖത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ മുഹമ്മദ് ഉസ്മാൻ അബ്ദു അൽ ബുർഹാനി എന്ന് പറയുന്ന സുഡാൻകാരനായ ഈ മഹാൻ ഇയാൾ ആ ത്വരീഖത്തിന്റെ ആളുകളുമായി ബന്ധപ്പെട്ടു. പഠിച്ചിട്ടില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് വിനീതരായ ഞങ്ങളത് പഠനം നടത്തിയിട്ടുണ്ട്. ഈ മുഹമ്മദ് ഉസ്മാൻ അബ്ദു അൽ ബുർഹാനി എന്ന് പറയുന്ന ഈ മഹാൻ അദ്ദേഹം തീവണ്ടിയിൽ ബോണ്ടയും ചായയും വെച്ച് നടന്നിരുന്ന സാധാരണക്കാരനായ ഒരാളാണ്. അത് അദ്ദേഹത്തിന് താഴ്ത്തിക്കെട്ടാൻ പറയുകയല്ല, അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം പറയുകയാണ്. ഇങ്ങനെ ജോലി നടത്തുന്നതിന്റെ ഇടയിലാണ് ഈ മഹാൻ ദസൂഖി ത്വരീഖത്തിന്റെ ഖലീഫമാരുടെ ഭരണശാലയിൽ ഇദ്ദേഹം എത്തുന്നത്. അവരുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം ദിക്റൊക്കെ ഇദ്ദേഹം നടത്തി. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വലിയ സാമർഥ്യമുള്ള വാക്ചാതുരിയുള്ള ആളുകൂടിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തെ സമയത്തുള്ള ചരിത്രം സുഡാനിൽ നിന്ന് ലഭിച്ച ചരിത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വാക്ക് സാമർഥ്യവും ഇതൊക്കെ ഉള്ള ഇദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ ധാരാളം വിജ്ഞാനങ്ങൾ ലഭിച്ചു എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. നമ്മളതിനെതിരല്ല, അങ്ങനെ വിജ്ഞാനങ്ങൾ ലഭിക്കാം. ഓതിപ്പടിക്കാതെ ഉസ്താദുമാരുമായി ബന്ധപ്പെടാതെ നടക്കുന്ന ജോലിയും കൃഷിയുമായി നടന്നിരുന്ന ധാരാളം ആളുകൾക്ക് അല്ലാഹുവിൽ നിന്ന് ലദുന്യാ ലഭിച്ച ചരിത്രങ്ങൾ ധാരാളം ജാമി കറാമാത്തുൽ ഔലിയാ പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. അതൊന്നും ഇല്ല എന്നല്ല പറയുന്നത്, അങ്ങനെ ഉണ്ട്. അങ്ങനെ ഈ മഹാനും ലഭിച്ചിരിക്കാം, അതിന് നമ്മൾ എതിരല്ല. അങ്ങനെ ഈ മഹാൻ വിലായത്തിന്റെ പദവിയിൽ എത്തിയിരിക്കാം. എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, എത്തിയിട്ടില്ല എന്നും പറയുന്നില്ല, എത്തിയിരിക്കാം. അതിന് നമ്മൾ എതിരല്ല. അത് അങ്ങനെ ഉണ്ടാവാമെന്ന് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. എന്നല്ല, ഒരു ജാഹിലായ അവസ്ഥയിലും അല്ല വലിയാക്കൂല. വലിയാക്കാൻ അല്ല ഉദ്ദേശിച്ചാൽ ദുനിയായിൽ അല്ല നൽകും. ആ നിലക്ക് ഇയാൾ വലിയായേക്കാം. എല്ലാം അംഗീകരിക്കുന്നു. ദസൂഖിയ ത്വരീഖത്തിന്റെ അംഗീകരിക്കപ്പെട്ട ഖലീഫയുടെ ഭരണശാലയിൽ നിന്ന് ത്വരീഖത്ത് സ്വീകരിച്ചു. അപ്പോഴും അംഗീകരിക്കപ്പെട്ട സിൽസില ഉള്ള ആളാണ് എന്ന് ഉറപ്പായി. ലദുന്നിയായ അളവറ്റ ഇൽമ് ലഭിക്കാം, വലിയായിരിക്കാം, അതിനും ഞങ്ങൾ എതിരല്ല. എല്ലാം സമ്മതിക്കുന്നുണ്ട്. സഅദി കുറേശ്ശെ പഠിച്ചു വരുന്നുണ്ട്, അൽഹംദുലില്ലാ. എങ്കിൽ പിന്നെ എവിടെയാണ് കുഴപ്പം? പിന്നെ കുഫ്രിയത്ത് പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? വലിയായിരിക്കാം എന്ന് പറയുന്ന ഒരു മഹാനെ പറ്റി പിന്നെ കുഫ്റാണ്, കാഫിറാണ് എന്ന് പറയുന്ന കള്ള ഫത്വകൾ വായിക്കുന്നത് കള്ളത്തരമാണെന്ന് തനിക്ക് തന്നെ ഉറപ്പുള്ളത് കൊണ്ടല്ലേ? തുടരുന്നു. ആവട്ടെ, ഷെയ്ഖ് അയാൾ വലിയാണ്, സമ്മതിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെ കൂട്ടിക്കൊണ്ട് എന്നെ ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ വന്നുകൊണ്ട് എന്നെ ഷെയ്ഖായിട്ട് അവരോധിച്ചിട്ടുണ്ടെന്നും. സ്വപ്നത്തിൽ വന്നുകൊണ്ട് എന്നത് സഅദിയുടെ വക. എല്ലായിടത്തും സ്വപ്നം മൂപ്പരുടെ വക കൂട്ടിക്കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇൽമുകൾ തന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ബുർഹാനി എന്ന പേരിൽ ഇദ്ദേഹം ഒരു ത്വരീഖത്ത് പുതിയത് സ്ഥാപിച്ചു. അവിടെ മുതൽക്ക് ദസൂഖി എന്നുള്ള ഇബ്രാഹിം ദസൂഖി ത്വരീഖത്തിൽ നിന്ന് ഇയാൾ തിരിഞ്ഞു സ്വന്തമായിട്ട് ബുർഹാനി എന്ന് പറയുന്ന ഒരു ത്വരീഖത്ത് സ്ഥാപിച്ചു. ബുർഹാനിയ്യത്ത് എന്നത് ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ സ്ഥാപിച്ച പുതിയതല്ല, എല്ലാ കിതാബിലുമുണ്ട്. നേരത്തെ രേഖ നമ്മൾ ഉദ്ധരിച്ചു. സയ്യിദ് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ ത്വരീഖത്തിന് ബുർഹാനിയ്യത്ത് എന്ന് പേരുണ്ട്, ബുർഹാനിയ്യത്ത് എന്ന് പേരുണ്ട്, ദസൂഖിയ്യത്ത് എന്ന് പേരുണ്ട്. കിതാബുകൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഡോക്ടർ ഹുസൈൻ എണ്ടത്താണിയും അത് ഉദ്ധരിച്ച് മലയാളത്തിൽ പുസ്തകം എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് ഉസ്മാൻ പുതിയ ത്വരീഖത്ത് സ്ഥാപിച്ചതല്ല. ആ ത്വരീഖത്ത് സ്ഥാപിച്ചു 1983-ലാണ് ഇയാൾ വഫാത്താകുന്നത്, മരിക്കുന്നത്. അങ്ങനെ സ്ഥാപിച്ചതിന് ശേഷം
ഇയാൾ ഈജിപ്തിലേക്ക് വന്നു. ഈജിപ്തിൽ വന്നു. ഈജിപ്തിൽ നിന്ന് ഇയാളുടെ ഒപ്പം കൂടിയ ആളാണ് ഷെയ്ഖ് മുഖ്താർ എന്ന് പറഞ്ഞ് ഇന്നുള്ള നിലവിൽ ജീവിച്ചിരിക്കുന്ന മഅദനി സാഹിബിന്റെയും കക്കാടിന്റെയും ഷെയ്ഖാവുന്ന ഈ മുഖ്താർ. അപ്പോഴേ ദസൂഖിയ തരീഖത്തിന്റെ അസ്ലും ഫസ്ലും ഒക്കെ സഅദി തന്നെ സമ്മതിച്ചു. വലിയാകാം, വലിയായിരിക്കാം, ഞങ്ങൾ എതിരല്ല എന്ന് പറഞ്ഞ മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അംഗീകരിക്കപ്പെട്ട ദസൂഖിയ ഖലീഫയിൽ നിന്ന് തരീഖത്ത് സ്വീകരിച്ച മഹാനിൽ നിന്ന് തരീഖത്ത് സ്വീകരിച്ച ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാന്റെ മുരീദാണ്. പിന്നെ എവിടെയാണ് കുഴപ്പം? തുടർന്ന് സഅദി പറയുന്നത് ഇവരെയൊക്കെ തള്ളണം, ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്, മുറബ്ബിയായ ഷെയ്ഖാണ് എന്ന് പറയാൻ വയ്യ എന്നാണ്. സാങ്കേതികത്വത്തിലുള്ള ഒരു പ്രയോഗ പ്രശ്നം മാത്രമേ ഇപ്പോൾ സഅദി കാണുന്നുള്ളൂ. ഇതാണ് സഅദിയുടെ ഏറ്റവും അവസാനത്തെ പ്രസംഗം. സഅദി പറയുന്നത് കേൾക്കുക. അത് ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, അടിസ്ഥാനപരമായി ഇവർക്ക് മുറബ്ബിയായ ഷെയ്ഖിനുണ്ടാകുന്ന നിബന്ധന ഇല്ല എന്ന് പറയാനല്ല, ഇവരൊക്കെ മോശക്കാരാണ്, ഇവർ തള്ളണം എന്നല്ല ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. സഅദി പറഞ്ഞത് നേരെ ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാനെയും ഷെയ്ഖ് മുഖ്താറിനെയും മോശക്കാരാണ്, അവരെ തള്ളണം എന്നല്ല പറയുന്നത്. ഇത് അദ്ദേഹം സമ്മതിക്കുന്നു. പഠിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്നും അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. എന്നാ പേരോട് പറയുന്നതോ പിശാചിൽ നിന്ന് സന്ദേശം കിട്ടുന്ന ആളാണ്, വിഡ്ഢിയാണ്, കള്ള ഷെയ്ഖാണ്, ദീനിനെ പൊളിക്കുന്ന നശിപ്പിക്കുന്ന ആളാണ്. ചുരുങ്ങിയത് പേരോട് സഅദിയുടെ അടുത്ത് പോയി ഇക്കാര്യം പഠിക്കാനെങ്കിലും തയ്യാറാകേണ്ടിയിരുന്നു. രണ്ടും ഇങ്ങനെ ഉണ്ട് ഒരു വൈരുദ്ധ്യം. ഇയാൾ ഈജിപ്തിൽ വന്നു. ഈജിപ്തിൽ വന്നപ്പോ കൂടിയ ആളാണ് ഷെയ്ഖ് മുഖ്താർ. മുഖ്താറിനോ ഇൽമുണ്ടോ? ബോധ്യപ്പെട്ടില്ല. മുഖ്താർ ഒരു എഞ്ചിനീയർ. കക്കാട് തന്നെ എഴുതിയ ലേഖനന്റെ കയ്യിലുണ്ട്, സമയമില്ലാത്ത വായിക്കുന്നില്ല. ഇയാൾ കേവലം എഞ്ചിനീയറായി. ബോധ്യപ്പെടുത്തിയിട്ടില്ല. തർബിയത്തിന്റെ ഷെയ്ഖിന്റെ നിബന്ധന ഇല്ല. ഇയാൾക്കും പിന്നെ അറ്റില്ലാത്ത ഇൽമു പെട്ടെന്ന് കേട്ട് ഇയാൾ മരിച്ചതിന് ശേഷം അറ്റില്ലാത്ത ഇൽമു സ്വപ്നത്തിൽ കിട്ടിയിരുന്നു. ആയിക്കോട്ടെ, ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഷെയ്ഖ് ആവണമെങ്കിൽ അങ്ങനെ ഇൽമു കിട്ടിയാൽ പോരാ. ഒരു താലൂം തൈലീമിൽ കസ്ബിയായിട്ട് നബി തങ്ങളിൽ വരെ എത്തുന്ന ഉസ്താദുമാരുടെ പരമ്പര വേണം. എങ്കിലേ ഷെയ്ഖ് തർബിയത്താവാൻ പറ്റും. അതില്ല എന്നുള്ള ഉറപ്പായല്ല അവരുടെ വാദം കൊണ്ട് തന്നെ. സഅദി പറയുന്ന ഈ വായാടിത്വം പ്രമാണങ്ങൾക്കെതിരാണ്. ത്വരീഖത്തിന്റെ ഷെയ്ഖുമാരുടെ ചരിത്രം പറഞ്ഞ എല്ലാ കിതാബുകളിലും ഉമ്മിയായ, നിരക്ഷരനായ ഒരു ഉസ്താദിൽ നിന്ന് പോലും അക്ഷരം എഴുതി പഠിക്കുക പോലും ചെയ്യാത്ത നിരക്ഷരരായ ആളുകൾ മുറബ്ബിയായ ഷെയ്ഖായതും ഖുതുബായതും ഗൗസായതും കിതാബുകളിൽ അനേകം രേഖകളുണ്ട്. സയ്യിദി അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു വ്യക്തമായി പറയുന്നുണ്ട്, മഖാമാത്തിലേക്ക് ഉയരുന്ന ത്വരീഖത്ത് ഉമ്മിയായ ഷെയ്ഖിൽ നിന്ന്, നിരക്ഷരരായ ഷെയ്ഖിൽ നിന്ന് എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം ഷഅറാനി പറയുന്നുണ്ട്. കസ്ബിയായ റസൂലുള്ളാഹി വരെ എത്തുന്ന പരമ്പരയുള്ള ഉസ്താദുമാരുടെ ചരിത്രം ഷെയ്ഖിന് ഉണ്ടാകണം എന്ന് പറയുന്നത് ത്വരീഖത്തിന്റെ ഭാരപാഠം മറച്ചു വെച്ചുകൊണ്ടുള്ള സംസാരമാണ്. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ ഷെയ്ഖ് സയ്യിദി അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു കാന ഉമ്മിയൻ ലാ യഖറഉ എന്ന് ഷഅറാനി ഇമാം എഴുതിയിട്ടുണ്ട്. എഴുത്തും വായനയും അറിയാത്ത ആളായിരുന്നു. കസ്ബിയായ യാതൊരു വിധത്തിലുള്ള ഉസ്താദുമാരിൽ നിന്നും പഠിച്ചിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. സയ്യിദി ഹാഫിദ് ഇബ്നുൽ മുബാറക് തന്റെ മുറബ്ബിയായ ഷെയ്ഖിനെ പറ്റി, സയ്യിദി അബ്ദുൽ അസീസിന് ദബ്ബാഗിനെ പറ്റി വ്യക്തമായി പറയുന്നുണ്ട്. കാന ഉമ്മിയൻ, അദ്ദേഹം ഉമ്മിയായിരുന്നു, എഴുത്തും വായനയും പഠിക്കാത്ത ആളായിരുന്നു. ഉമ്മിയായ, നിരക്ഷരരായ, കസ്ബിയായ വഴിയിലൂടെ തീരെ ഇൽമു സമ്പാദിക്കാത്ത കുറേ ഷെയ്ഖുമാരുടെ പേരും വിവരവും ചരിത്രവും ഇമാമുകൾ കൊടുക്കുന്നുണ്ട്. സയ്യിദി മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഉമ്മിയായ ഷെയ്ഖിൽ നിന്ന് ത്വരീഖത്ത് സ്വീകരിച്ച സംഭവം പറയുന്നുണ്ട്. ഇത് ത്വരീഖത്തിന്റെ ലോകത്തൊക്കെ ഉള്ളതാണ്. താൻ മുതൽ റസൂലുള്ളാഹി വരെ എത്തുന്ന ഉസ്താദുമാരുടെ തുടർച്ചയായ സനദ് പരമ്പര ഒരു ഷെയ്ഖിന് ഉണ്ടായിരിക്കണം, ഷെയ്ഖ് കാണിക്കണം, എങ്കിലേ ഷെയ്ഖ് മുറബ്ബിയാണ് എന്ന് പറയാൻ പറ്റൂ എന്ന് സഅദിയും പൊന്മളയും ഒക്കെ പലപ്പോഴും പറയാറുണ്ട്. അത് ത്വരീഖത്തിന്റെ മാനദണ്ഡ പ്രകാരമാണോ അവർ സംസാരിക്കുന്നത്? അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇടയിൽ രണ്ട് ഷെയ്ഖുമാരെ ആകെ ഉള്ളൂ. എന്റെ നേരിട്ടുള്ള ഷെയ്ഖ് സയ്യിദി അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാകട്ടെ നേരിട്ട് കസ്ബിയായി ഒരു ഉസ്താദിന്റെ അടുത്ത് നിന്ന് തീരെ എഴുത്തും വായന പോലും പഠിക്കാത്ത ആളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഷെയ്ഖാരാണ് സയ്യിദി ഇബ്രാഹിമുൽ മത്ബൂലി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ നേരെ ഷെയ്ഖായിട്ട് അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെയാണ് അദ്ദേഹം എഴുതി വെച്ചത്.